സർ ഞാൻ JK ഫിനാൻസിൽ നിന്നാണ് സർ. അത് നമ്മുടെ കാറിന്റെ EMI ഒന്ന് പെൻഡിങ് ഉണ്ടായിരുന്നു, അതൊന്ന് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. അതെ അതെ, ഓക്കെ ഓക്കെ സാർ. അപ്പം ഓഫീസ് ഉണ്ടാവില്ല അല്ലേ? ശരി സാർ, ശരി ശരി ശരി, ഞാൻ ഓഫീസിൽ എത്താം സാർ. ഓക്കെ 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 സാർ, താങ്ക് യു സാർ, താങ്ക് യു. ആ പറയാളിയാ. ആണോ? നീ മറ്റേ പേയ്മെന്റ് കളക്ട് ചെയ്തായിരുന്നോ? ഇല്ല അല്ലേ? എനിക്കറിയില്ലളിയാ, എനിക്ക് കട്ട പ്രഷർ. ഈ മാസം ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ എനിക്ക് തോന്നുന്നില്ല. എടാ, ആ ഫോൺ അടിക്കുന്നത് നീ കേൾക്കുന്നില്ലേ? അതൊന്ന് എടുക്ക്. ഹലോ സാർ. യെസ് സാർ, ഞാൻ പുറത്താണ് സാർ. ആ ഇറങ്ങി. ശരി സാർ. അതെ സാർ, അത് ഞാൻ കവടിയാറാണ് സാർ. കവടിയാറ് ജി സാർ. വിശാലേ, എടാ ആ ഫോണൊന്നും എടുത്തേ, ചിലപ്പോ ലതികയായിരിക്കും. ആ ജി സാർ. ആ ആ ആ ആ ഓ ആ സാർ, കേൾക്കുന്നുണ്ട്. ഹലോ, ശരി സാർ. ഓക്കെ സാർ. നോ സാർ, 13 മുന്നായിട്ട് ഞാൻ ടാർഗറ്റ് കറക്റ്റായിട്ട് അച്ചീവ് ചെയ്യും സാർ. സാർ താങ്ക് യു സാർ. ആ പ്രമോദോ, ഓ ഒന്നും പറയണ്ട, അങ്ങേര് വിളിച്ചുകൊണ്ടിരിക്കുക. ഓ സാറ്, നമ്മുടെ കുഴപ്പം കൊണ്ട് ആളുകൾ EMI അടച്ച് തീർക്കാത്തതെന്ന് അങ്ങേര് പറയുന്നത്. ഇൻസെൻറ്റീവ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പെടുന്ന പാടുപോലെ അങ്ങേരിക്കറിയാവും. അവന്മാർക്ക് AC റൂമിൽ നിന്ന് പറഞ്ഞാൽ മതിയല്ലോ. വെയിലും കൊണ്ട് നടുവും വരുത്ത് നമ്മൾ ഓടുന്ന ഓട്ടം വല്ലതും അറിയണോ? ആ രാവിലെ നിനക്കും ഒപ്പം കിട്ടിയല്ലേ? ഗതികേടായി പോയില്ലാളിയാ, കേട്ടല്ലേ പറ്റൂ. നീ എവിടെയാ? ഇറങ്ങാൻ പോകുന്നേ ഉള്ളൂടാ, എണീക്കാൻ ലേറ്റായി. അത് പുതിയ കാര്യമൊന്നും അല്ലല്ലോ. കിടക്കാൻ ലേറ്റായ എണീക്കാനും ലേറ്റാവും. ബെസ്റ്റ് കക്ഷിയാണ് പറയണത്. വെളുക്കോളം ചാറ്റുന്ന പാർട്ടിയാ. ശരിയടാ. ഓ ഹലോ, കറക്റ്റ് ഡീറ്റെയിൽസ് ഞാനൊരു ഹാഫ് ആൻ അവറിനുള്ളിൽ പറയാം സാർ. സാറ് തിരക്കിലായിരിക്കില്ലല്ലോ അല്ലേ? ലതികയായിരുന്നോടാ? അവളെന്താ പറഞ്ഞത്? ശരി, ഞായറാഴ്ച ഇങ്ങോട്ട് വരുന്നുണ്ടോന്നോ? ഒരുമിച്ച് ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല ഡിസ്കൗണ്ടിനെ പറ്റി സംസാരിക്കായിരുന്നു സാർ. അല്ല, സാറിൻ്റെ കേസ് ആയതുകൊണ്ടാണ് ഞാൻ ഇത്ര ഇൻട്രസ്റ്റ് എടുക്കുന്നത്, അറിയാലോ. നീ എന്താ പോവാണോ? കഴിക്കുന്നില്ലേ? സാർ ഞാൻ ഓഫീസിൽ വരണോ അതോ വീട്ടിൽ വരണോ? മാഡം ഉണ്ടായിരിക്കുമല്ലോ അല്ലേ? എടാ മോനെ, എടാ കഴിച്ചിട്ട് പോടാ. സാർ. പിന്നെ ഞാൻ എന്തിനാ ഇതൊക്കെ ഇത്ര കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയത്? സമയമില്ലമ്മേ, ഇന്ന് കുറേ പണിയുള്ളതാ. 2 എണ്ണമെങ്കിലും കഴിച്ചിട്ട് പോ. ഇപ്പൊ തന്നെ വൈകിയമ്മേ, ഞാൻ പോകുന്ന വഴിക്ക് കഴിച്ചോളാം. നീ ചായയെങ്കിലും കുടിച്ചില്ലല്ലോ. എങ്കിൽ പിന്നെ നീ എന്നെ കഷ്ടപ്പെടുത്തണമായിരുന്നോ? ചായയെങ്കിലും കുടിച്ചിട്ട് പോടാ. അതെങ്ങനെയാ? വല്ലതും കഴിച്ചിട്ട് പോവാൻ നേരം ഉണ്ടായിട്ട് വേണ്ടേ? ഓ എനിക്കെങ്ങും വയ്യ, അതവിടെ കിടന്നടിക്കട്ടെ. ഇറങ്ങിയാണ്. ആ ശരി ശരി. ആണോ? ആ ഞാൻ ഇറങ്ങി വണ്ടി എടുക്കാൻ. ആണോ? നീ എത്തിയോ? ഓക്കെ ഓക്കെ ഓക്കെ. ആ എന്തായാലും ഞാൻ അങ്ങോട്ടല്ലേ വരുന്നത്, വന്നെടുക്കണം.
സാർ സാർ ചേട്ടാ ഈ ഗോപാലൻ നായരുടെ വീട് അറിയില്ല. നാട്ടിലെ മെക്കാട് പണിക്കാരന് പോലും 1000 രൂപ കൂലിയാണ്. ഇതിലും ഭേദം അത് വല്ലതും മതിയായിരുന്നു. അളിയാതെ അവൾ ആര് ഞാൻ പറഞ്ഞില്ലേ മറ്റേ അവൾ ആര് എടാ നിനക്ക് നിർത്താറായില്ലടാ. മാസം 3-4 കഴിഞ്ഞു. ആരാ എന്താന്നറിയാത്തൊരു പെണ്ണിന് വേണ്ടി നടക്കുക. ഇല്ലില്ല ഇത് അവള് തന്നെ, എനിക്ക് ഉറപ്പാണ്. ഈ ഉറപ്പ് ഞാൻ കുറേ കേട്ടതാ. എടാ നിനക്ക് അവളുടെ പേരെന്താണെന്ന് അറിയോ? പേര് ഞാൻ ചോദിച്ചിട്ടില്ല, നാട് പോലും എനിക്കറിയില്ല. പക്ഷെ എനിക്കൊന്നറിയാം, എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമാണ്. മനസ്സിൽ നിന്നും മായാത്ത വേളി പാർക്കിൽ വെറുതെ ഞാൻ ഇരിക്കുമ്പോഴാണ് അവളെ ഞാൻ ആദ്യമായി കാണുന്നത്. എന്തോ എനിക്കൊരു കൗതുകം തോന്നി. ഹലോ, ഈ ചേച്ചിയുടെ ഒരു കാര്യം. ആ ശരിയടാ, ഞാൻ പിന്നെ വിളിക്കാം. ചേച്ചി come on. ആ ഇവിടെ
റിട്ടേൺ കോൾ ചെയ്യാം. ഓക്കെ. ആരാ? ശശിധരൻ സാറിന്റെ വീടല്ലേ? അതെ. സാറില്ലേ? ഞാൻ JK ഫൈനാൻസിൽ നിന്നാണ്. സാർ ഉണ്ടെങ്കിൽ ഒന്ന് വിളിക്കൂ പ്ലീസ്. ആ നിൽക്ക്. വരൂ. മേഡം, ഞാൻ JK ഫൈനാൻസിൽ നിന്നാണ് വരുന്നത്. സാറിൻ്റെ ഒരു 3 EMI പെൻഡിങ് ഉണ്ട്. സാറിൻ്റെ നമ്പറിൽ വിളിച്ചിട്ട് ഒരു റെസ്പോണ്ടും ഇല്ല. സാറ്
നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല എന്റെ ഫോൺ എടുക്കരുതെന്ന്. താടിയുടെ അയ്യോ ചേച്ചി പ്ലീസ് ചേച്ചി പ്ലീസ് ഇങ്ങോട്ട് എടുക്കാനാ 5 മിനിറ്റ് പ്ലീസ് ഇപ്പൊ തരാൻ ചേച്ചി വിട്. 5 മിനിറ്റോ? ഇങ്ങോട്ട് നിക്കവിടെ. നിന്നോട് ഫോൺ തിരിച്ചു തരാൻ പറഞ്ഞു. തരാൻ ഇപ്പൊ ഗെയിം ഓവർ ആവും ചേച്ചി പ്ലീസ് ചേച്ചി നീ തരാം. ഇപ്പൊ തരാം നിന്നോടത് തരാനാ പറഞ്ഞ. ഇപ്പൊ തന്നെ തരാം. നീ എന്റെ കയ്യിൽ നിന്ന് മേടിക്ക്. ഇങ്ങോട്ട് എടി അതിൽ ചാർജ് കുറവ്. എനിക്ക് കോള് വരും. കൊഴപ്പില്ല. മമ്മി മമ്മി എന്താടി അവിടെ? ഇവളോട് എന്റെ ഫോൺ തരാൻ പറ മമ്മി. ഓ, ഫോൺ കൊടുക്കടി അങ്ങോട്ട്. ഒരു 5 മിനിറ്റ്സ് കഴിഞ്ഞ് കൊടുക്കാന്ന് പറഞ്ഞല്ലോ മമ്മി. ഈ ഗെയിം ഒന്ന് ഓവർ ആയിക്കോട്ടെ. മമ്മി അതിന്റെ ബാറ്ററി വീക്കാ. ഇവളതിനെ ഇല്ലാതാക്കിയിട്ടേക്കുവാ. ഓ പിന്നെ ഞാനൊന്നും അല്ല നശിപ്പിച്ചത്. ചേച്ചി അതിന് ഒരു റെസ്റ്റും കൊടുക്കാത്ത. അതിന് നിനക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. എന്റെ ഫോണല്ലേ. താടി ഇങ്ങോട്ട്. 2 എണ്ണം എന്റെ കയ്യിൽ നിന്ന് ഇപ്പൊ മേടിക്കും. കൊടുക്കടി ഫോൺ അങ്ങോട്ട്. ഫോൺ കൊടുത്തിട്ട് 2 എണ്ണം പോയി വേഗം റെഡി ആവ്. പാപ്പ എപ്പോ വരും? വാങ്ങുന്നീ. അച്ഛാ. എന്താ മോളെ? അത് തന്നെ, മൊബൈൽ ഫോണാ. ഏത് നേരം 2 എണ്ണം മൊബൈൽ ഫോണിൽ ഗുസ്തിയാ. ഇതുവല്ലതാ പഠിത്തകാലത്ത് കാണിച്ചാ മതിയായിരുന്നു. എപ്പോഴും ബോയ്സുമായിട്ട് ചാറ്റിങ്ങാ പപ്പ. ഞാൻ എടുത്ത മാത്രമേ കുറ്റുള്ളൂ. ആ ഉണ്ടടി. നീ എന്റെ ഫോണിൽ തൊടണ്ട. അല്ലെങ്കിൽ ആർക്ക് വേണം നിന്റെ ഈ പൊട്ട ഫോൺ? ദേ പപ്പ, നമ്മൾ ഇന്നലെ ഇട്ട പോസ്റ്റ് ഇല്ലേ, ഓർക്കിഡ് ബട്ടർഫ്ലൈസ്, അതിന് 450 ലൈക്സും 62 കമന്റ്സും. വെരി ഗുഡ്. എന്താ പൊന്നൂസേ ഒരു ഗ്ലൂമി ആയിരിക്കുന്നേ? രണ്ടാളും കൂടി ഏത് നേരം അടിയല്ലേ ഫോണിന്റെ പേരില്. അതിന്റെ മംഗല ഒരു നേരം സ്വൈര്യം തരില്ല. അതെങ്ങനെയാ? മക്കളെ ഒന്ന് കണ്ണുരുട്ടിയെങ്കിലും കാണിക്കണല്ലോ. ഒരു പപ്പ. എന്താ മാഡം, എന്റെ കുട്ടികൾ നല്ല കുട്ടികളല്ലേ? അല്ലേടി പൊന്നൂസേ, എന്റെ പൊന്നൂസിന് പപ്പ നല്ലൊരു ടാബ് വാങ്ങി തരുന്നുണ്ട് ഗെയിം കളിക്കാൻ. റിയലി? ആ, താങ്ക് യു പപ്പ, മൈ സ്വീറ്റ് പപ്പ. ഉമ്മ. മോള് പെട്ടെന്ന് റെഡിയാവും. ശരി പപ്പ. രണ്ടാളും പെട്ടെന്ന് റെഡിയാവണം. ഇന്നത്തെ ഔട്ടിങ്ങിന് ഒരു നല്ല സർപ്രൈസ് ഉണ്ട്. പപ്പ തന്നെയാ മക്കളെ പുനരിച്ച് ഈ അവസ്ഥയിലാക്കിയത്. അവര് കുട്ടികളല്ലേ, ഈ പ്രായത്തിൽ അവര് കളിച്ചു വളരട്ടെ. ഓഫീസിൽ നിന്ന് എന്താ വൈകിയേ? ഇന്നൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. നീ ഒന്നിങ്ങ് നീങ്ങിയിരുന്നേ. ആ, എന്തു പറ്റി? നമുക്കൊരു സെൽഫി എടുക്കാം. ആ, ഇത് നമുക്കിന്ന് ഓർക്കിഡ് ബട്ടർഫ്ലൈയിൽ പോസ്റ്റ് ചെയ്യാം. മോളെ പതുക്കെ. ബഹളം വെക്കാതെ. ദേ നോക്കടി, 550 ലൈക്സ്, 52 കമന്റ്സ്. ദേ പപ്പ, ലൈക്സ് 550. ആഹാ, നീ എന്റെ അല്ലേ മോള്? അയ്യോ വണ്ടി. എന്താ പപ്പ? ഞാനല്ലേടി ഡ്രൈവ് ചെയ്യുന്നേ. ആ ദേ പ്രകാശങ്ങളുടെ കമന്റ്. ആ കേൾക്കട്ടെ. ലൈക്കിനല്ല ലൈഫിനാ ഇമ്പോർട്ടന്റ് എന്ന്. ആ എന്താ കറക്റ്റ് അല്ലേ പ്രകാശ് പറഞ്ഞത്? എന്ത് കറക്റ്റ്? ഈ ലൈക്സ് എന്ന് പറയുന്നതല്ലേ മമ്മി ലൈഫ്, അല്ലേ പപ്പ? ആ പിന്നെ ഇഷ്ടങ്ങൾ ഉണ്ടെങ്കിൽ അല്ലേടി ജീവിക്കാൻ പറ്റൂ.
നമ്മളെ പോലെ. ആ കറക്റ്റ്. ഇതൊരു റിപ്ലൈ ആക്കി ഇപ്പൊ തന്നെ പ്രകാശങ്ങളിന് പോസ്റ്റ് ചെയ്തേക്കാം. ആ വേണം, ഇപ്പൊ തന്നെ. ആ പപ്പ, നമുക്കൊരു ഫാമിലി സെൽഫി എടുക്കാം. ആ എടുക്കാലോ. ഓ, എന്തിനാ എടുക്കുന്നേ? വിളിക്കുന്നത് ആരെന്നോ പറയുന്നത് എന്താന്ന് കേട്ടിട്ട് വേണ്ടേ? ഇനി അവൻ ഇത് എന്ന് റിപ്പയർ ചെയ്ത് വെക്കുന്നോ അന്നേ ഞാനിതെടുക്കും. എവിടെ ഒച്ചയനക്കൊന്നും കേൾക്കുന്നില്ലല്ലോ. വിശാലേ, ഡാ വിശാലേ, വിശാലേ, വിശാലേ. ആഹാ, ഇതെന്താ ഇതുവരെ എണീറ്റില്ലേ? ഇന്ന് പോണ്ടേ? മണി എത്രയായിന്ന് കണ്ടോ? ഫോൺ അടിക്കുന്നടാ. അല്ല ഇതെന്താ എന്നോട് പോലും ഒന്ന് സംസാരിക്കാൻ നേരമില്ലാതെ 2ഉം 3ഉം ഫോണ് ചെവി വെച്ചോണ്ട് ഓടി നടക്കുന്ന ആളിന് ഇതെന്താ? എന്ത് പറ്റി? എന്താടാ, സുഖമില്ലേ നിനക്ക്? ചൂടൊന്നും ഇല്ലല്ലോ. അമ്മ എവിടെ ഇരിക്കേ? എന്ത് പറ്റിയടാ കുട്ടാ നിനക്ക്? എന്ത് പറ്റി? ഇന്ന് ലീവാ? പിന്നെ ഞാൻ ഇന്നിങ്ങും പോകുന്നില്ല. ഈ മടിയിൽ ഇങ്ങനെ കിടക്കാൻ പോവാ, മതിയാവോളം. എന്താ ഇന്ന് വല്ലാത്തൊരു ഇഷ്ടക്കൂടുതല്? എന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ടല്ലോ എന്റെ മോന്. ജീവിതം ഒരിക്കലല്ലേ ഉള്ളൂ അമ്മേ, അതിനെ നമ്മൾ സ്നേഹിക്കണ്ടേ?